ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ. ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളിൽ ലോക 1-ാം നമ്പർ എത്തിയ ഇന്ത്യക്കാരി ആരെന്ന് ചോദിച്ചാൽ അത് സ്മൃതി മന്ദാനയാണ്. ICC ഏകദിന റാങ്കിങ്ങിൽ വനിതകളിൽ ലോക 1-ാം നമ്പർ എത്തിയ ഇന്ത്യക്കാരി സ്മൃതി മന്ദാന. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയറാണ് എൻകോർ. അപ്പോൾ ലോക്സഭാ നടപടിക്രമങ്ങളുടെ ഏകോപനത്തിനായുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ എൻകോർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്നാണ്. ആ പോർട്ടലിൻ്റെ പേര് ഓർഡർ. തമിഴ്നാട്ടിൽ അനാഥരായ കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നവർക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അൻപ് കരങ്ങൾ. അനാഥർക്കും മാതാപിതാക്കളിൽ ഒരാൾക്ക് നഷ്ടപ്പെടുന്നവരെ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമായ ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ജനസു തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. അടുത്തിടെ മഹിളാ റോസ്കർ യോജന പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ബീഹാറാണ്. ബീഹാർ. 38-ാം കേരള ശാസ്ത്ര കോൺഗ്രസ് 2026 നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് വെച്ചാൽ അത് കൊച്ചി, എറണാകുളത്ത് വെച്ചാണ് 38-ാം കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 2026 ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹി. 15-ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി അത് ഗാസിയാബാദാണ്. 15-ാമത് ഫെഡറേഷൻ കപ്പ് സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി ഗാസിയാബാദ്. തോമസ് കുര്യൻ ഏത് ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറായ മലയാളിയാണെന്ന് ചോദിച്ചാൽ അത് നിസ്സാർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് ദൗത്യത്തിൻ്റെ മിഷൻ ഡയറക്ടറാണ് തോമസ് കുര്യൻ. ഓക്കെ, താങ്ക് യു.